എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വർക്ക് സൈറ്റിലാണ്. നമുക്ക് ഇന്നൊരു റിനോവേഷൻ വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ളൊരു വീടാണ്. ഇതിപ്പോൾ ഓൾറെഡി 750 സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയയാണ്. അപ്പോൾ ആ 750 സ്ക്വയർ ഫീറ്റിനോട് ചേർന്ന് ഇപ്പോൾ ഒരു വീടാണ്. അപ്പോൾ അതിന് ചേർന്നിട്ട് നമ്മളൊരു അഡീഷണൽ 2 ബെഡ്റൂംസും ഒരു സിറ്റ് ഔട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നത് പോർച്ച് അടക്കം നമുക്ക് 800 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. വലിയൊരു പോർച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ 2 ബെഡ്റൂം, ഒരു ഹാള്, അതുപോലെ തന്നെ സിറ്റ് ഔട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പഴയൊരു വീടാണ്. അപ്പോൾ പുതിയ രീതിയിൽ ഒന്ന് റിനോവേറ്റ് ചെയ്തെടുക്കാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുകയും ആ പ്ലാൻ പ്രകാരമാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വർക്കിലോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. മെയിനായിട്ട് ഇതിൽ 2 ബെഡ്റൂംസ് ആണ്, 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ആണ് വരുന്നത്. ഈ കാണുന്നതാണ് 340x400 ഒരു ബെഡ്റൂമാണ്. അതിനോട് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ അവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 2 ബെഡ്റൂം ഈ ഒറ്റ ലൈനിൽ കാണാൻ പറ്റുന്നത്. രണ്ടും അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു സിറ്റ് ഔട്ട് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അതൊന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുറത്തോട്ട് എടുത്ത് വലിയൊരു സിറ്റ് ഔട്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് സിറ്റ് ഔട്ടിൻ്റെ അപ്പുറത്താണ് നമ്മുടെ പോർച്ച് കൊടുത്തിട്ടുള്ളത്. പോർച്ച് ഒരു വലിയ 570x370 ലെങ്ത്തിൽ വരുന്ന വലിയൊരു പോർച്ചാണ്. അത് നമ്മൾ അഡീഷണൽ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിനോട് അറ്റാച്ച് ചെയ്തതിന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലുള്ള വാളാണ് കാണുന്നത്. അപ്പോൾ ഇത് TV റൂമാണ് വരുന്നത്. TV റൂം നമ്മൾ ഇവിടുന്ന് ഈ വാൾ ഒഴിവാക്കിയിട്ട് അത് നമുക്ക് ഇവിടുന്ന് പുതിയൊരു വാൾ വെച്ചിട്ട് അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തോട്ട് എടുക്കാൻ ചെയ്യും. അപ്പം ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ചെറിയൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമും ഈ TV റൂമും കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയൊരു വാൾ കെട്ടിയിട്ട് സ്ലാബ് കണക്ട് ചെയ്യാൻ ചെയ്യും. ഇവിടെയുള്ള വാൾ നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളയും. അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ. അപ്പോൾ നിലവിൽ ചെറിയൊരു റൂമാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഫൗണ്ടേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഫൗണ്ടേഷനോട് നമുക്ക് വാൾ കെട്ടിയിട്ട് സ്ലാബ് ഇട്ട് നമ്മൾ പുതിയൊരു ബെഡ്റൂമായിട്ട് ചെയ്യും.